നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വാതിയെ പ്രിയ തടവിൽ വെച്ചേക്കല്ലേ, ആരുമായിട്ടും അവൾ തൽക്കാലം ബന്ധപ്പെടണ്ട. ശരി, അപ്പോ നമുക്ക് മഹേശ്വരിയെ കാണാൻ പോവാം. അപ്പോ ഇതില് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ അവരെ കൊണ്ട് എഴുതിക്കുന്നു. അഞ്ജനെ പൂജമോള് സുരക്ഷിതമായി ഇവിടെ കൊണ്ടുവന്നു. ഒക്കെ ശരി തന്നെയാ. പക്ഷേ അമ്മയുടെ ഭാഗം കൂടി നമ്മൾ നോക്കണ്ടേ മോളെ? ഇതൊക്കെ തന്നെയാ ഞാനും ഇവരോട് പറഞ്ഞത്. അമ്മ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളാരും വിളിക്കാതിരിക്കാൻ വേണ്ടിയാ മനഃപൂർവ്വം ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത്. അമ്മ, ഒരിക്കലും ഞാനും മധുവാന്റിയും പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷനിലാ അഞ്ജനാമ്മയെ കണ്ടത്. അപ്പോ ഞങ്ങൾ അഞ്ജനാമ്മയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവരെ ഇപ്പൊ ജീവനോടെ കണ്ടെന്ന് വരില്ല. ഞങ്ങളതിവിടെ പറഞ്ഞിട്ടാ ഇവിടെയുള്ളവർക്ക് പോലും കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടിയത്. ആ അമ്മയും ഒരു മനുഷ്യ സ്ത്രീയല്ലേ അമ്മേ? അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റ അനുഭവിച്ചതാ അഞ്ജനാമ്മയും. മോള് പറയുന്നതിലൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ നമ്മുടെ അമ്മയ്ക്ക് ഇതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഒന്നാമതേ പല പല അസുഖങ്ങളുള്ള ആളാ അമ്മ. നിങ്ങള് അഞ്ജനയും കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നപ്പോ അമ്മ കാണിച്ചു കൂട്ടിയതൊന്നും മോള് മറന്നില്ലല്ലോ. അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ അവളെയും കൊണ്ട് പോവാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിപ്പോ അഞ്ജനൊരു ബാധ്യതയാവോന്നാ എന്റെ പേടി. അഞ്ജനയ്ക്ക് ഇവിടെ നിക്കണമെന്നൊന്നുമില്ല. പൂജയുടെ അർജുന്റെയും നിർബന്ധം കൊണ്ടാ നിക്കുന്നത്. എന്നിട്ടും ഇവിടുത്തെ സംസാരം കേട്ട് അഞ്ജനാമ്മ പോകാൻ പോയതാണല്ലോ. പക്ഷേ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചിട്ടാ ഞാനും അജുവേട്ടനും തടഞ്ഞത്. മോളെ, നിങ്ങൾ ചെയ്തത് തന്നെയാ ശരി. നമ്മൾ നമ്മുടെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അമ്മ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അമ്മയോട് സംസാരിക്കുമായിരുന്നു. എന്നിട്ട് സുരക്ഷിതമായൊരു ഇടം കണ്ടെത്തി അവിടെ താമസിപ്പിക്കാമായിരുന്നു. അത്ര പെട്ടെന്നൊന്നും ഈ പ്രശ്നം തീരുമെന്ന് തോന്നുന്നില്ല മോളെ. ഇപ്പൊ തന്നെ ആ പ്രിയ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? അതെ, നമ്മുടെ കുടുംബത്തിൽ നടന്ന പകുതി പ്രശ്നങ്ങൾക്കും കാരണം ആ ഹേമചന്ദ്രനും പ്രിയയും തന്നെയാ. ആ പ്രിയയെ ഇപ്പോ സ്നേഹസ്ഥാനത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത്. ഇനി അവൾ അവിടെ എന്തൊക്കെയാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? പ്രിയ ഇനി ഒരിക്കലും നന്നാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. അവൾ ഓരോ നിമിഷവും ജീവിക്കുന്നത് തന്നെ പ്രതികാര ചിന്തയോടെ. എന്നെ പച്ചയ്ക്ക് അരച്ചു കൊടുത്താ അവളത് സന്തോഷത്തോടെ കഴിക്കും. ഇനി എന്റെ മോളെ കണ്ണീര് ഉടുപ്പിക്കാൻ അവൾ ഇങ്ങോട്ട് വരട്ടെ, കൊല്ലും ഞാൻ അവളെ. ചേച്ചിക്ക് ഞങ്ങളോടൊന്നും തോന്നരുത്. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നിയതാ ഞങ്ങൾ ചെയ്തത്. മധു, ആ കാര്യം ചോദിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല ഞാൻ വന്നത്. അമ്മ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അമ്മ പിന്നെ എവിടെ പോവാനാ? ഞാനൊന്ന് നേരെ ആയപ്പം അമ്മയ്ക്കായി പ്രശ്നം. ഈ വയസ്സുകാലത്ത് അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? മധു, അമ്മ എങ്ങനെ പൂർണ്ണമായിട്ടൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അമ്മയുടെ സ്ഥാനത്ത് മറ്റാരായാലും ഇതുപോലെയൊക്കെ തന്നെ ചെയ്യൂ. എന്റെ ജീവിതം വീണ്ടും പ്രതിസന്ധിയിലാവോ എന്നുള്ള ചിന്തയായിരുന്നു അമ്മയ്ക്ക്. അതിനിങ്ങനെ വീട് വിട്ട് പോണോ? അല്ലെങ്കിൽ തന്നെ അഞ്ജന ചേച്ചി അരുണിമ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് വരുമോ? ഇതൊക്കെ ആരോടാ മധു പറയേണ്ടത്? അമ്മയ്ക്കാണെങ്കിൽ പ്രായം കൂടുന്തോറും വാശിയും കൂടിക്കൊണ്ടിരിക്കില്ലേ? ആദ്യം നമുക്ക് അമ്മയെ കണ്ടെത്തണം. അതിനുശേഷം അമ്മയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ടും അമ്മയുടെ നിലപാട് ശരിയല്ലെങ്കിൽ നമുക്ക് അഞ്ജനയെ സുരക്ഷിതമായി മറ്റെവിടേക്കെങ്കിലും മാറ്റാം. അതിന് അച്ഛമ്മയെ കണ്ടെത്തണ്ടേ? കണ്ടെത്താതിരിക്കാൻ പറ്റില്ലല്ലോ. എവിടെയെങ്കിലും ഒന്ന് തലചുറ്റി വീണാ പോലും തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. അങ്ങനൊന്നും സംഭവിക്കില്ല. അമ്മ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പോയതാ. തിരിച്ചു വരുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. പിന്നെന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നേ? ഇനി ചാർജ് തീർന്നതാണെങ്കിലോ? ഈശ്വര, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
പൂജമോളെ, എനിക്കിപ്പോ മോളുടെ കാര്യത്തിലാ കൂടുതൽ ടെൻഷൻ. നീയും മോളും എത്രത്തോളം സുരക്ഷിതമായിരിക്കുന്നോ അത്രത്തോളം സന്തോഷം. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഈശ്വരൻ ഞങ്ങൾക്ക് കാവലുണ്ട്. പക്ഷെ പ്രിയയെ ഇനിയും വളരെ സൂക്ഷിക്കണം. വക്രബുദ്ധിയുടെ കാര്യത്തിൽ അവളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. അറിയാമ്മേ, സാക്ഷിയുടെ മരണത്തിന് പിന്നിലും അവള് തന്നെയാ. അവൾ ആഗ്രഹിച്ച ജീവിതം കിട്ടില്ലെന്ന് ഉറപ്പായതോടെ അവളൊരു കൊടും ക്രിമിനലായി മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ അവളുടെ ഒരു കളിയും അജുവേട്ടനോടും എന്നോട് നടക്കില്ല. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും മോളെ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അറിയാം ആന്റി. സ്വാതി കേസിൽ അജുവേട്ടൻ തന്നെ ഒരു തീർപ്പുണ്ടാക്കിക്കോളും. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. ആരാ താരാട്ട് പാടുന്നത്? പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നിലാവോ. പുത്തൻ പവിഴ കൊടിയോ ചേരു തത്തകൾ കൊഞ്ചും മൊഴിയോ. ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ. ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരീന്തും കിളിയോ. ദൃഷ്ടിക്കു വെച്ചോരമൃതോ കൂരിരുട്ടത്തു വെച്ച വിളക്കോ. കീർത്തിലതയ്ക്കുള്ള വിത്തോ എന്നും അമ്മേ, അഞ്ജനാമ്മ താരാട്ട് പാടിയപ്പോ എന്റെ മോള് കേട്ടുറങ്ങുന്നത് കണ്ടോ? പണ്ട് ഇതേ താരാട്ട് പാടിയല്ലേ അമ്മ എന്നെ ഉറക്കിയിരുന്നത്? അതേ മോളെ, അന്നത്തെ അമ്മമാരുടെ താരാട്ടുപാട്ട് ഇതായിരുന്നു. അത്രമാത്രം ഹൃദ്യമായിട്ടാ ഈ താരാട്ടുപാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. റാണിയെ താരാട്ട് പാടാനുള്ള ഭാഗ്യം അഞ്ജന ചേച്ചിക്ക് ഉണ്ടായില്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടാനും താരാട്ട് പാടാനും ഉള്ള ഭാഗ്യമില്ലാതെ പോയത് സഹോദരനും അച്ഛനും ചെയ്ത ചതിയിലൂടെ ആയിപ്പോയി. സത്യമധു, പാവ അഞ്ജനയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയായിരുന്നെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുമോ എന്ന് പോലും സംശയ. അതെ അമ്മേ, സ്വന്തം അച്ഛന്റെയും സഹോദരന്റെയും ചതിയിലൂടെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ആ പാവത്തിൽ നിന്നും പറിച്ചെറിഞ്ഞില്ലേ? ദൈവം പോലും പൊറുക്കാത്ത കുറ്റമല്ലേ അഞ്ജനാമ്മയുടെ അവര് ചെയ്തത്? ഒടുവിൽ ചെയ്തതോ മുഴുക്കുടിയനായിരുന്ന ഒരു താന്തോന്നിയുടെ കയ്യിലേക്ക് ഈ പാവത്തിന് പിടിച്ചു കൊടുത്തു. സത്യത്തിൽ എനിക്കിപ്പോ സഹതാപം തോന്നുന്നു. ഞാൻ അറിയാതെയാണെങ്കിലും ഒരു കാരണക്കാരിയായില്ലേ? അമ്മേ, ആ, ഇനി നമ്മൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്തു വന്നാലും അഞ്ജനെ സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ കടമയാ. അതെ അമ്മേ. അമ്മേ, മോളുറങ്ങിയല്ലോ. പൂജമോളെ, കുഞ്ഞിനെ എടുക്ക്. താമേ.
എനിക്കറിയാം ഞാനിവിടെ വന്നത് അരുണിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും അഞ്ജന ഇനി എങ്ങോട്ടും പോകുന്നില്ല. എല്ലാത്തിനും ഒരു തീരുമാനമാവുന്നതുവരെ ഇവിടെ തന്നെ നിന്നാ മതി. അപ്പൊ അമ്മയോ? അത് ഞാൻ പറഞ്ഞോളാം. എന്റെ ഭാവിക്ക് വേണ്ടിയാണല്ലോ അമ്മ ഇതൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ മോളെ കൊണ്ടേ കിടത്തട്ടെ.